എല്ലാവർക്കും നമസ്കാരം. LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 7ാമത്തെ ക്ലാസ്സിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം. 53/2022 ആണ് കേട്ടോ. LGS ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ 2021 കഴിഞ്ഞു. നമ്മളിപ്പോ ഏതിലേക്ക് എത്തി? 22ലേക്ക് എത്തി കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ്? ഈ ക്വസ്റ്റ്യനില് ഈ അടുത്ത് നമ്മളിപ്പോ ക്ലാസ് എടുക്കുന്നത് 2026-ലാണ്. ഇതിലും എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. 2026 മാത്രമല്ല, വീണ്ടുള്ള 23, 24, 25 എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഒളിമ്പിക്സ് അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്രയാണ്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്ന്? 2019. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? 2021 നേടിയത്? പി വത്സലയാണ്. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? 2021 നിലവിൽ വന്ന നിയമസഭ എത്രാമത്തെ നിയമസഭയാണ്? 15ാമത്തെ നിയമസഭയാണ്. അപ്പൊ ഇനി വരാൻ പോകുന്നത് എത്രയാണ്? 16ാമത് നിയമസഭയാണ് കേട്ടോ. പഠിച്ചു വെക്കണം. കറണ്ട് അഫെയറിൽ വരും. 2026 ഇത് എത്രയെന്ന് ചോദിച്ചാൽ 16ാമതാണ്. അത് സുഖമായിരിക്കും അല്ലെ പഠിക്കാൻ. 2021 15 ആയപ്പോ 2026 26 16 കണ്ടോ? 16ാമത്തെ നിയമസഭയാണെന്നുള്ളത് പഠിച്ചു വെക്കാം. കറണ്ട് അഫെയർ നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം നമ്മൾ 2021 ആരെയാണ് പറഞ്ഞത്? പി വത്സല അല്ലെ? പി വത്സലയാണ് 2021. 2022 ആരാണ്? സേതു ആണ്. 2022 സേതു. 2023 SK വസന്തൻ. 2024 NS മാധവൻ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപിള്ളை. KG ശങ്കരപിള്ള കേട്ടോ. KG ശങ്കരപിള്ളയാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് കേട്ടോ. എത്ര രൂപയാണ് സമ്മാനത്തുക? 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക കേട്ടോ. അപ്പൊ ഇതും ഈ 3 കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക. 23, 24, 25 പഠിക്കുക കേട്ടോ. 23 SK വസന്തൻ, 24 NS മാധവൻ, 25 KG ശങ്കരപിള്ള. വസന്തൻ, മാധവൻ, ശങ്കരപിള്ള കേട്ടോ. വസന്തൻ, മാധവൻ, ശങ്കരപിള്ള. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ്? കൃത്രിമ ഉപഗ്രഹം EOS-04 ആണ്. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആര്? കസ്തൂരി രംഗനാണ്. ദേശീയ വിദ്യാഭ്യാസ നയമാകുമ്പോൾ കസ്തൂരി രംഗനാണ്. നമ്മുടെ കേരളമാകുമ്പോൾ അതായത് ഖാദർ കമ്മിറ്റിയാണ് കേട്ടോ. കേരളത്തില് ഖാദർ കമ്മിറ്റിയാണ്. ദേശീയ തലത്തിലാവുമ്പോൾ അത് കസ്തൂരി രംഗനാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏത്? താലോലമാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായിട്ടുള്ള സൗജന്യ ചികിത്സ താലോലമാണ്. ഇവിടെ 8ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീഷൻ ആണ് ചെയ്തിരിക്കുന്നത്. കാരണം 2021 JC ഡാനിയൽ പുരസ്കാരം എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അത് തെറ്റാണ്. കാരണം 2020 ആര് നേടുന്നത്? പി ജയചന്ദ്രൻ. ഗായകനായിട്ടുള്ള ജയചന്ദ്രൻ 2021 എന്നാണ് ചോദ്യം. തെറ്റാണ്. 2020 JC ഡാനിയൽ പുരസ്കാരമാണ് പി ജയചന്ദ്രൻ നേടുന്നത്. 2021 JC ഡാനിയൽ പുരസ്കാരം കൊടുത്തത് KP കുമാരനാണ് കേട്ടോ. KP കുമാരനാണ് 2021 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. പിന്നീട് പുരസ്കാരം കൊടുക്കുന്നത് 2024 ശാരദയ്ക്കാണ്. നടിയായിട്ടുള്ള ശാരദ. ഇവരും KP കുമാരൻ ആരാണ്? അതായത് ഫിലിം പ്രൊഡ്യൂസർ ആണ് കേട്ടോ. ഫിലിം മേക്കർ ആണ്. പഠിച്ചു വെക്കുക കേട്ടോ. 2019 ആരാ? 2019 ആരാ നേടിയത്? ഹരിഹരനാണ് കേട്ടോ. 2019 ഹരിഹരൻ നേടി കേട്ടോ. പഠിച്ചോളണം കേട്ടോ.
ഇവിടെ പഠിക്കാനുള്ളത് 2019 ഹരിഹരൻ നേടി, 2020 പി ജയചന്ദ്രൻ നേടി, 2021 കെ പി കുമാരൻ നേടി, 2024 ശാരദ നേടി. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? ഇത് നല്ല ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഈ ക്വസ്റ്റ്യൻ നന്നായി പഠിക്കണേ. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്താണ്. അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരത്താണ്. ഇനി കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏത്? നൂൽപ്പുഴയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തര മഹാസമതലമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ഏതാണ്? ലൂണിയാണ് അല്ലെ, ലൂണിയാണ്. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി? റിഗർ കറുത്ത പരുത്തി മണ്ണ്, കറുത്ത പരുത്തി മണ്ണ് എന്നാണ് നമ്മൾ പറയാറില്ലേ? കറുത്ത പരുത്തി മണ്ണ് എന്ന് തന്നെ പഠിക്കണം കേട്ടോ. അപ്പൊ പരുത്തി കൃഷിക്കാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻറാം ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയ ആണ്. ലോക ഓസോൺ ദിനം എന്നാണ്? ലോക ഓസോൺ ദിനം സെപ്റ്റംബർ മാസം 16-ാം തീയതിയാണ്. സെപ്റ്റംബർ മാസം 16-ാം തീയതിയാണ് ലോക ഓസോൺ ദിനം. ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം? ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം മണികരനാണ് കേട്ടോ, മണികരനാണ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം? ജനസാന്ദ്രതയാണ്. ഒരു പോയിന്റും ശ്രദ്ധിക്കണം. പഠിച്ചു കഴിയുമ്പോൾ 80 ക്വസ്റ്റ്യനും ബൈ ഹാർട്ട് ആയിരിക്കണം കേട്ടോ. എപ്പ ചോദിച്ചാലും. ഇനി അവിടെ ഒരു റിവിഷൻ പോലും വെക്കാൻ പാടില്ല. ഈ 80 ക്വസ്റ്റ്യൻ, നമ്മളിപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ 7ലേക്ക് എത്തിയില്ലേ മക്കളെ? നിങ്ങളൊന്ന് ശ്രദ്ധിക്കേ. ഇന്നിപ്പോ 7ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എത്തിക്കുമ്പോ ഡെയിലി നമ്മൾ 80 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണ്ടേ? എത്രയാ? 7, 8, 56, 560 ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഈ 560 ചോദ്യങ്ങൾ നിങ്ങളിൽ സെറ്റ് ആയിരിക്കണം കേട്ടോ. 560 ചോദ്യങ്ങളും സെറ്റ് ആയിരിക്കണം. അതിൽ ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് നെഗറ്റീവ് വരാൻ പാടില്ല. അയ്യോ ഞാൻ എന്താണ് പഠിച്ചത്? 560 ക്വസ്റ്റ്യൻ മാത്രമല്ല, 560 ക്വസ്റ്റ്യന്റെ കൂടെ എല്ലാ കറണ്ട് അഫയറും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആകും? 600ഓളം ക്വസ്റ്റ്യനായി 7 ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോഴേക്കും ഇങ്ങനെ പഠിച്ച് സെറ്റ് ആകാൻ തയ്യാറായിട്ട് നിൽക്കണം കേട്ടോ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഏതാണ് വരിക? അരുണാചൽ പ്രദേശാണ്. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? സോജില ചുരമാണ് കേട്ടോ. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സോജില ചുരമാണ്. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം? ജൂൺ മാസം നമുക്കറിയാം മൺസൂൺ കാലമാണ്. അപ്പൊ ഏതായിരിക്കും? ഖാരിഫ് വിളയാണ് അല്ലെ. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏതാണ്? NW2 ആണ്. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത NW2 ആണ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നാണ് അല്ലെ. നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ടാണ് സച്ചിദാനന്ദ സിൻഹ വരുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാണ്? ല്ലേ 1946 ഡിസംബർ 9-നാണ്. എന്നാൽ ഡിസംബർ മാസം 11-ാം തീയതിയാണ്. 10, 11 2 ദിവസം കഴിഞ്ഞതും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷനായിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞു. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് ആൻസർ ബി ആണ്. പ്രസ്താവന 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരിയാണ് അല്ലെ. പ്രസ്താവന 1 എന്തായാലും വരണം. അപ്പൊ ഇത് ഡിലീഷൻ ചെയ്തു. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. അത് ശരിയാണ് അല്ലെ. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 6 to 14 നിർബന്ധിത വിദ്യാഭ്യാസമാണ് എന്ന് അറിയാം. അപ്പൊ 2 എന്തായാലും ഓപ്ഷനിൽ ഉണ്ടാകണം എന്നറിയാം. ഇതിൽ 2 ഇല്ല, ഇതിൽ 2 ഇല്ല. കണ്ടോ? അപ്പൊ ഇനി ബിയും ഡിയും മാത്രമേ ഉള്ളൂ അല്ലെ. ഇനി എല്ലാ കുട്ടികൾക്കും
ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ് അല്ലെ. അതും ശരിയായിട്ടുള്ള എന്താണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 കേട്ടോ. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17-കാരിയാണ് മലാല യൂസഫ്സായി. ഈ വർഷം ഒന്ന് പഠിക്കണം, ഇത് പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യയിൽ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്തിലാണ്? ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. പിംഗലി വെങ്കയ്യ അവിടെ തയ്യാറാക്കിയത് പ്രീവിയസ് ചോദ്യമാണ്, ഇത് പഠിക്കണം. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയത് ആരാണ്? പിംഗലി വെങ്കയ്യ. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി പ്രകാരമാണ്, അതായത് ഇന്ത്യയുടെ ഭരണഘടനയുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഒരു ഭേദഗതിയാണ് ഇത് 42ാം ഭേദഗതി. അത് പ്രകാരം തന്നെയാണ് മൗലിക കടമകളും ഭാഗം 4A കൂട്ടിച്ചേർത്തത്. താഴെ പറഞ്ഞവയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷമാണ് ഏത്? ദേശീയ വൃക്ഷം ഏതാണ്? ഇവിടെ നമുക്ക് അരയാലല്ല അല്ലെ, നമ്മൾ ഏതാ പഠിച്ച ദേശീയ വൃക്ഷം? പേരാൽ അല്ലെ. പേരാൽ എന്ന് തന്നെ പഠിക്കണം. ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം. അപ്പൊ ആദ്യം പഠിക്കേണ്ടത് കേട്ടോ, ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് 3 ചോദ്യങ്ങൾ, അതൊക്കെ പഠിക്കണം. നമ്മൾ വെറുതെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു ആൻസർ അല്ല പഠിക്കേണ്ടത്. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? ഇത് പ്രീവിയസ് ചോദ്യമാണ്. വന്ദേ മാതരമാണ്. ദേശീയ ഗാനമാണ് ജനഗണമന. അതൊക്കെ എപ്പോഴും കുട്ടികൾക്ക് തെറ്റുവരും, ജനഗണമന. ഇനി ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് ഭാഷയിലാണ്? പഠിക്കണം, ബംഗാളി ഭാഷയിലാണ്, അത് പഠിക്കണം. ഇനി ഏത് കവിയാണ് അത് രചിച്ചത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. പ്രീവിയസ് ചോദ്യമാണ്. അപ്പൊ ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. വന്ദേ മാതരം ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. ആരാണ് അതിന് ഏത് കവിയാണ് രചിച്ചത് ചോദിച്ചാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. അത് ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ് എന്ന് ചോദിച്ചാൽ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്ന് എടുത്തതാണ്. ഇതൊരു പ്രീവിയസ് ചോദ്യം, ഇതൊരു ചോദ്യം. ഇനി ആനന്ദമഠം എന്നത് എന്താണ്? അതൊരു പ്രീവിയസ് ചോദ്യമാണ്, അതൊരു നോവലാണ്. ഈ നോവലിൽ ആസ്പദമാക്കിയിട്ടുള്ള വിഷയം എന്ത്? അതൊരു പ്രീവിയസ് ചോദ്യമാണ്, സന്യാസി കലാപമാണ്. എത്ര ക്വസ്റ്റ്യൻ പഠിച്ചു? എത്ര ക്വസ്റ്റ്യൻ? 27ാമത്തെ ചോദ്യത്തിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാക്കി? ഇന്ത്യയുടെ ദേശീയ ഗീതം 1 ചോദ്യം, ഏത് ഭാഷ 2, ഏത് കവി 3, ഓക്കെ, ഏത് കൃതി 4 പ്രീവിയസ് ചോദ്യമാണ്, ഏത് നോവൽ 5, ഏത് ഇത് വിഷയം ഏത് 6. കണ്ടോ, ഒരു ചോദ്യത്തിൽ നിന്ന് 6 ചോദ്യങ്ങളാണ് PSC മുൻകാല ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ അയിത്ത നിർമാർജനം ആർട്ടിക്കിൾ 17. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യത്തെ മലയാളി ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാണ് അല്ലെ, ചെയർമാൻ പദവി അലങ്കരിച്ച വ്യക്തിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. പഠിച്ചോളണം കേട്ടോ. അതിലെ അംഗമായിട്ടാണ് ആര് വന്നത്? ഫാത്തിമ ബീവി. അധ്യക്ഷനായിട്ട് വന്നിട്ടില്ല, ഫാത്തിമ ബീവി അംഗമായിട്ടാണ്. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005 ആണ്. പ്രാചീന മലയാളം എന്ന കൃതി ഏതാണ്? നവോത്ഥാന നായകൻ പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളാണ്. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ്. കല്ലുമാല സമരം ആരാണ്? കല്ലുമാല സമരം പണ്ഡിറ്റ് KP അയ്യങ്കാളി അല്ലേ? ആരാണ്? അയ്യങ്കാളിയാണ് അല്ലെ കല്ലുമാല സമരം സംഘടിപ്പിച്ചത്. അതുപോലെ വെങ്ങാനൂരില് ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചതും ആര് തന്നെയാണ്? അയ്യങ്കാളി തന്നെയാണ്. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിച്ച സ്ഥലം തൃശ്ശൂരാണ്. ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിച്ചത് ഏത് വർഷം? 1936. പഠിച്ചോളണം. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീ നാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണ് അരുവിപ്പുറത്താണ് അല്ലെ. അരുവിപ്പുറത്താണ് അദ്ദേഹം 1888 ശ്രീ നാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല ഏതാണ്? ഏതാണ്? മലബാറാണ് കേട്ടോ. പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല മലബാറാണ്. മലബാറില് 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം പയ്യന്നൂരായിരുന്നു. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി
തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ് മന്നത്ത് പത്മനാഭൻ. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്ന്. മേൽമുണ്ട് സമരം ഏതാണ്? ചാന്നാർ ലഹളയാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ്, ഇത് ഡിലീഷൻ ആണ്, സോറി, 38C ആണ്. 39 കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആൻസർ ഇല്ലല്ലോ, ഇത് ഡിലീഷൻ ആണ് കേട്ടോ. ആരംഭിച്ച കുറിച്യർ കലാപത്തിന്റെ നേതാവ് ആരാണ്? കുറിച്യർ കലാപത്തിന്റെ നേതാവ് രാമനമ്പിയാണ്. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ പള്ളിവാസലാണ്, 1940 കേട്ടോ. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? കബനിയാണ് അല്ലെ. കിഴക്കോട്ട് നമ്മുടെ കേരളത്തില് 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത് അല്ലെ, കബനിയും ഭവാനിയും പാമ്പാറും. ഇതൊക്കെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തത്? തട്ടേക്കാട് പക്ഷി സങ്കേതം, മംഗളവനം പക്ഷി സങ്കേതം, ചൂലന്നൂർ പക്ഷി സങ്കേതം, ചിന്നാറ് വന്യജീവി സങ്കേതം കേട്ടോ. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ കായിക താരം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ കായിക താരം ആര്? അഞ്ജു ബോബി ജോർജ്. വെരി ഇമ്പോർട്ടന്റ്, ഇപ്പോഴും ആവർത്തിക്കുന്ന ചോദ്യമാണ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏതു ജില്ലയിലെ? കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. മൊത്തം 5 ദേശീയോദ്യാനങ്ങളാണുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ് കേട്ടോ. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ മാസം 1-ാം തീയതി. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ബാലഗംഗാധര തിലകനാണ്. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? ഏത് സത്യാഗ്രഹത്തിലായിരുന്നു? 1918 അഹമ്മദാബാദ് അല്ലെ. അഹമ്മദാബാദ് മില്ല് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആര്? ഇന്ത്യൻ നാഷണൽ ആർമി, INA, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ് ആണ്. അടുത്ത തേബാഗ സമരം നടന്നത് എവിടെയാ? തേബാഗ SCRT-യിൽ കിടക്കുന്നതാണിത്. പശ്ചിമ ബംഗാളിലാണ് കേട്ടോ. തേബാഗ സമരം നടന്നത് ബംഗാളിലാണ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ഏതാണ്? ബംഗാളി ഭാഷയില് രാജാറാം മോഹൻ റോയ് ആരംഭിച്ച ദിനപത്രം ഏതാണ്? സമ്പാദ് കൗമുദിയാണ് കേട്ടോ. പിന്നെ സമ്പാദ് കൗമുദി ആരുടെ എന്ന് ചോദിച്ചിട്ടുണ്ട്? രാജാറാം മോഹൻ റോയുടെ ആണ്. അതൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഏത് ഭാഷയിൽ എന്ന് വേറെ ചോദിച്ചിട്ടുണ്ട്? ബംഗാളി ഭാഷയിൽ. അങ്ങനെ തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ വ്യക്തമായി പഠിക്കാം. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏത്? 1929 ലാഹോർ സമ്മേളനമാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനൊപ്പം പ്രധാന പങ്ക് വഹിച്ച മലയാളി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനും നെഹ്റുവിനൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി VP മേനോനാണ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇതിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആരാണ്? വീണ്ടും ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്.
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കൊച്ചി വലിവ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? അതായത് നമ്മുടെ ശരീരത്തിൽ കാൽസ്യം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ പേശികൾക്കൊക്കെ വലിവ് സംഭവിക്കും. അപ്പൊ അതിന് പറയുന്ന പേര് ടെറ്റനിയാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ ആണ്. കട്ടപിടിക്കാൻ കെ. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം. പുകവലിക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന രോഗമാണ് എംഫിസിമ. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി അല്ലെ? മൃതസഞ്ജീവനി ആരാണ് ബ്രാൻഡ് അംബാസിഡർ? മോഹൻലാലാണ് കേട്ടോ. തെങ്ങിന്റെ സങ്കരീനം അല്ലാത്തത് ഏതാണ്? ചന്ദ്രലക്ഷ തെങ്ങിന്റെ സങ്കരീനമാണ്. ലക്ഷഗംഗയുണ്ട്, ചന്ദ്രശങ്കരിയുണ്ട്. ഇതൊക്കെ തെങ്ങിന്റെ സങ്കരീനമാണ് കേട്ടോ. ഇവിടെ അക്ഷയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ജില്ലയിലാണ്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താവ് ആരാണ്? സസ്യബുക്കാണ്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് 22-നാണ്. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 83-ൽ കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. 1983-ൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം കേട്ടോ. താഴെ കൊടുത്തിട്ടുള്ള ഏതാണ് ഏക അറ്റോമികമുള്ള മൂലകം? ഹീലിയമാണ്. ഇരുമ്പിന്റെ അയിര് ഏതൊക്കെയാണ് ഈ തന്നിട്ടുള്ള? ഇരുമ്പിന്റെ അയിര് ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ് അല്ലെ? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഇവിടെ ബോക്സൈറ്റ് ഏതിന്റെയാണ്? അലുമിനിയത്തിന്റെ അയിരാണ് അല്ലെ? കലാമിൻ ഏതിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ്. സിങ്ക് ബ്ലെൻഡ്. അപ്പൊ ഇവിടെ ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചിട്ടാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചിട്ടാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? നൈട്രജനുമായി പ്രവർത്തിച്ചു. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ്. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേര് പാസ്ചറൈസേഷൻ എന്നാണ്. എന്താണ് പാസ്ചറൈസേഷൻ? കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതന കോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിന്റെ അളവ് 30 ഡിഗ്രി തന്നെയാണ്. അപ്പൊ എപ്പോഴും ദർപ്പണത്തില് പതനകോണിന്റെ അളവും പ്രതിപതന കോണിന്റെ അളവും ഒരേ ഇതായിരിക്കും കേട്ടോ. ദർപ്പണങ്ങളില് പതിക്കുന്ന പ്രകാശരശ്മിയുടെ പതന കോണ് 30 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോണിന്റെ അളവും 30 ഡിഗ്രി തന്നെ ആയിരിക്കും. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഏതാണ്? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഏതാണ്? യുറാനസ് ആണ് അല്ലെ? ഏറ്റവും അകലെ കാണുന്നതാണ് അല്ലെ യുറാനസ്, നെപ്റ്റ്യൂൺ ഒക്കെ. പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? പാരമ്പര്യ ഊർജ സ്രോതസ് LPG ആണ് അല്ലെ? ഇത് മൂന്നെണ്ണം സൗരോർജവും തിരമാലയിൽ നിന്നുള്ള ഊർജവും കാറ്റിൽ നിന്നുള്ള ഊർജവും പാരമ്പര്യേതര ഊർജ സ്രോതസ് ആണ്. പാരമ്പര്യേതര ഊർജ സ്രോതസ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ്. തെർമോമീറ്റർ ഏതാണ്? ഊഷ്മാവാണ് അല്ലെ? തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏതാണ്? ഊഷ്മാവാണ്. ദോലനത്തിന് ഉദാഹരണം. ദോലനം. ഊഞ്ഞാലിന്റെ ചലനം എന്താണ്? ഊഞ്ഞാല് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും അല്ലെ? ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം എന്തിന് ഉദാഹരണമാണ്? ക്ലോക്കിന്റെ സൂചി കണ്ടിട്ടില്ലേ? നമ്മൾ ഇങ്ങനെ സൂചി നിൽക്കുമ്പോൾ അതിങ്ങോട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടാണ് അല്ലെ? അപ്പൊ എന്താ? ദോലനത്തിന് ഉദാഹരണമാണ് ഊഞ്ഞാലിന്റെ ചലനം, ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം. ഓക്കെ, നമ്മളങ്ങനെ 80 ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് 600ഓളം ക്വസ്റ്റ്യൻസ് പഠിച്ചു. 600ഓളം ക്വസ്റ്റ്യനും നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയായിരിക്കണം? കറക്റ്റ് ആയിരിക്കണം. പെർഫെക്റ്റ് 100-ൽ 100%. 600 ക്വസ്റ്റ്യൻ പെർഫെക്റ്റ് ആയിരിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ എത്തിയിട്ടില്ല? 2026 എത്തണം നമ്മൾ അല്ലേ? ഇപ്പൊ 22 എത്തി, 23, 24, 25 ഒക്കെ പെട്ടെന്ന് എത്തും. ഡെയിലി നമ്മള് 10 to 11 ഉള്ളില്
ക്വസ്റ്റ്യൻ പേപ്പർ വരും കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താഴെ ഒന്ന് കമന്റ് ചെയ്യുക, വീഡിയോക്കൊക്കെ ഒന്ന് ഹൈപ്പ് കൊടുക്കുക കേട്ടോ. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് അംഗമാവുക. എല്ലാവർക്കും ഹൃദയത്തോട്ട് നന്ദി അറിയിക്കുന്നു. ഓരോ നിമിഷവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുക കേട്ടോ.